Dear students, Introduction to Trigonometry എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if sin theta plus cos theta equal to root 2 cos theta then the value of tan theta. നമുക്ക് ഇവിടെ tan theta യുടെ വാല്യൂ ആണ് കാണേണ്ടത്. അതായത് sin theta plus cos theta sin theta plus cos theta equal to root 2 cos theta എന്നാണ് ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് കോസ് തീറ്റനെ കൊണ്ട് നമുക്ക് ഫുള്ള് ഡിവൈഡ് ചെയ്യാം. ഫുള്ള് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ വരും. ഈക്വൽ ടു ഇവിടെ റൂട്ട് 2 കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ക്യാൻസൽ ആയിട്ട് ഇവിടെ ടാൻ തീറ്റ എന്ന് വരും. ടാൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ റൂട്ട് 2. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് 2 മൈനസ് 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ഇഫ് എക്സ് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ ആൻഡ് എക്സ് സൈൻ തീറ്റ ഈക്വൽ ടു വൈ കോസ് തീറ്റ ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ ലീനിയർ ഇക്വേഷനിൽ സോൾവ് ചെയ്ത പോലെ, അതായത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. എക്സ് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് എക്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വൈ കോസ് തീറ്റ. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്ന് എക്സ് സൈൻ തീറ്റ എന്നുള്ള പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക? വൈ കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സ് സൈൻ തീറ്റ അതായത് സൈൻ ക്യൂബ് തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. ഇതിനൊന്ന് നമ്മൾ മാറ്റി എഴുതി, അത്രയേ ഉള്ളൂ. അതായത് സൈൻ ക്യൂബ് തീറ്റ എന്നുള്ളത് എക്സ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി ഈ എക്സ് സൈൻ തീറ്റ എന്താണ്? വൈ കോസ് തീറ്റയാണ്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്തായി? ഇതിൽ രണ്ടിൽ നമുക്ക് വൈ കോസ് തീറ്റ ഉണ്ട്. ഇത് വൈ കോസ് ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ വൈ കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആണ്. ഇവിടെ ഒരു വൈ കോസ് തീറ്റ ഉണ്ട്, നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു വൈ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ബാക്കി എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതിൽ ഇത് 1 ആയി. വൈ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. വൈ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ കോസ് തീറ്റ ക്യാൻസൽ ആയിട്ട് വൈ സൈൻ തീറ്റ എന്ന് കിട്ടും. വൈ ഈക്വൽ ടു സൈൻ തീറ്റയാണ്. വൈ ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ വൈ സൈൻ തീറ്റ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതായത് എക്സ് സൈൻ തീറ്റ ഈക്വൽ ടു വൈ കോസ് തീറ്റയാണ്. അവിടെ വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? സൈന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ അവിടെ സൈൻ തീറ്റ ക്യാൻസൽ ആയി. എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ. നമുക്കിവിടെ എക്സ് കോസ് തീറ്റയും വൈ സൈൻ തീറ്റയാണ് കിട്ടിയിട്ടുള്ളത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ആൻസർ 1. കോസ് സ്ക്വയർ തീറ്റ ഇത് എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ, വൈ സൈൻ തീറ്റ ആണെങ്കിൽ വൈ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 എന്ന് കിട്ടും ഐഡന്റിറ്റി. അപ്പോൾ അടുത്തത് 1 പ്ലസ് കോഡ് സ്ക്വയർ എ ബൈ 1 പ്ലസ് കോസിക് എ ആണുള്ളത്. അതായത് ഇത് ഒരുമിച്ചല്ല, ഈ 1 പ്ലസ് കോഡ് സ്ക്വയർ എ ആണുള്ളത്. അപ്പോൾ കോഡ് സ്ക്വയർ എ നമുക്കറിയാം കോസിക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണെങ്കിൽ കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഡ് സ്ക്വയർ എ ഈക്വൽ ടു കോസിക് സ്ക്വയർ എ മൈനസ് 1 ആണ്. അപ്പോൾ ഈ കോഡ് സ്ക്വയർ എ എന്നുള്ളത് നമ്മൾ മാറ്റുന്നു. 1 പ്ലസ് കോസിക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് കോസിക് എ ഇങ്ങനെയായി മാറി. അപ്പോൾ ഈ കോസിക് സ്ക്വയർ എ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പം നമുക്ക് 1 പ്ലസ് കോസിക് എ മൈനസ് 1 കോസിക് എ പ്ലസ് 1 ഐഡന്റിറ്റി യൂസ് ചെയ്തു ഡിവൈഡ് ബൈ 1 പ്ലസ് കോസിക് എ. ഇവിടെ 1 പ്ലസ് കോസിക് എ 1 പ്ലസ് കോസിക് എ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് 1 പ്ലസ് കോസിക് എ മൈനസ് 1 ആണ് വരുന്നത്. 1ഉം 1ഉം ക്യാൻസൽ ആയി കോസിക് എ എന്നുള്ള ആൻസർ കിട്ടും.
അപ്പൊ അതിന് ഓർമ്മിക്കേണ്ടത് ഇത്രയുള്ളൂ, കോഡ് സ്ക്വയർ. ഇത് 1 പ്ലസ് കോഡ് സ്ക്വയർ എ ആണെങ്കിൽ നമുക്ക് കൊസിക് സ്ക്വയർ എ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഈ 1 ഇതിന്റെ കൂടെയല്ല ഉള്ളത്, ഈ കോഡ് സ്ക്വയർ എ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് കൊസിക് സ്ക്വയർ എ -1 ആണ്. അത് കഴിഞ്ഞിട്ട് ഓർമ്മിക്കേണ്ടത് രണ്ടും ക്യാൻസൽ ആയി പോയാലേ നമുക്ക് അടുത്തതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി ഓർമ്മിക്കുക. 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ തന്നെയാണ്. അപ്പോൾ കൊസിക് എ പ്ലസ് 1 കൊസിക് എ -1, അപ്പോൾ ഒന്ന് ക്യാൻസൽ ആയി പോകും, ബാക്കിയുള്ളത് അപ്പോൾ കൊസിക് എ എന്ന് കിട്ടും. അടുത്തത് അതിൽ 2 sin a minus 2 sin cube a by 2 cos cube a minus cos a ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അതിൽ രണ്ടിലും, അതായത് ഇതിൽ സൈൻ എ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ സൈൻ എ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് പുറത്തേക്ക്. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, 1 മൈനസ് സൈൻ ക്യൂബ് എ എന്ന് ഒരു സൈൻ എ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എ എന്ന് വരും. ഡിവൈഡ് ബൈ ഇവിടെ കോസ് എ ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ കോസ് എ കോമൺ ആയിട്ട് എടുത്തു. 2 കോസ് സ്ക്വയർ എ -1 സൈൻ എ ബൈ കോസ് എ എന്തായി, ടാൻ എ ആയി. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ സൈൻ എ, ടാൻ എ, കോസ് എ, കോട്ടെ അങ്ങനെയാണുള്ളത്. അപ്പൊ ഈ ഭാഗം ഉള്ളത് മുഴുവൻ നമുക്ക് ക്യാൻസൽ ആയി പോകണം, ടാൻ എ മാത്രം കിട്ടണം. അപ്പൊ ഇവിടെ ടാൻ എ എഴുതി നമ്മൾ. ഇനി ഇതിനാ, അതായത് ഇത് രണ്ടും ക്യാൻസൽ ആവണമെങ്കിൽ നമുക്കറിയാം ഐഡന്റിറ്റി. ഫസ്റ്റ് ഐഡന്റിറ്റി എന്താണ്, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പൊ സൈൻ സ്ക്വയർ എനെ നമുക്ക് എന്താക്കാം, 1 മൈനസ് കോസ് സ്ക്വയർ എ ആ. അങ്ങനെയാവുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എ ആ മാറ്റുന്നു. ഇല്ലെങ്കിൽ ഈ കോസ് സ്ക്വയർ എനെ 1 മൈനസ് സൈൻ സ്ക്വയർ എ, ഏതെങ്കിലും ഒന്ന് മാത്രം മാറ്റുക. ഡിവൈഡ് ബൈ 2 കോസ് സ്ക്വയർ എ -1. അപ്പോൾ ടാൻ എ ഇൻറ്റു ഇവിടെ 1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, -2 മൈനസ് പ്ലസ് 2 കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ 2 കോസ് സ്ക്വയർ എ -1. അപ്പോൾ ഇവിടെ 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -1. 2 കോസ് സ്ക്വയർ എ -1, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അതായത് ടാൻ എ ഇൻറ്റു അവിടെ 2 കോസ് സ്ക്വയർ എ -1, 1 മൈനസ് 2 എന്നുള്ളത് -1 ആയി. 2 കോസ് സ്ക്വയർ എ -1, ഇത് രണ്ടും ക്യാൻസൽ ആയി ടാൻ എ എന്നുള്ള ആൻസർ കിട്ടും. Acute angle triangle ABC, if sin A plus B minus C equal to 1/2, cos B plus C minus A equal to 1/√2. Find the measure of angle B ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതായത് sin A plus B minus C equal to 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 30 ആണ് 1/2. അപ്പോൾ A plus B minus C എന്തായിരിക്കും, 30. അതുപോലെ കോസ് B പ്ലസ് സി മൈനസ് എ ആണ് 1/√2. കോസ് 45 ആണ് 1/√2. അപ്പോൾ ബി പ്ലസ് സി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, 45. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബി ആണ് കാണുന്നത്. എ മൈനസ് എ ക്യാൻസൽ ആയി, മൈനസ് സി പ്ലസ് സി ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ബി മാത്രം കിട്ടും. ഇക്വേഷൻ 1 പ്ലസ് 2, അപ്പോൾ 2 ടൈംസ് ബി ഈക്വൽ ടു, അതായത് ബി പ്ലസ് ബി 2b ആവും, ബാക്കിയെല്ലാം ക്യാൻസൽ ആവും, 75. അപ്പോൾ ബി എന്ന് പറയുന്നത് 75/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.5 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ബി എ കണ്ടു, 37.5 ഡിഗ്രി. അടുത്തത് അതില് 1/1 പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1/1 മൈനസ് സൈൻ തീറ്റ ആണ് കാണേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, LCM 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് സൈൻ തീറ്റ പ്ലസ് 1 പ്ലസ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ക്യാൻസൽ ആവും, 2 എന്ന് വരും. 2 ബൈ ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എന്തായി, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അതായത് 2 ബൈ കോസ് സ്ക്വയർ തീറ്റ. 2 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 2 സീക്സ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 സീക്സ് സ്ക്വയർ തീറ്റ. Cos A equal to 2/5, the value of 4 plus 4 tan square A ആണ് കാണുന്നത്.
അല്ലെങ്കിൽ കോസെ നമുക്ക് തന്നിട്ടുണ്ട്. കോസെ എന്ന് പറയുന്നത് എന്താ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഹൈപ്പോട്ടനസ് സൈഡിന്റെ സ്ക്വയറിൽ നിന്ന് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. എന്നിട്ട് ടാനയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കാണാൻ പറ്റും. അതിലും എളുപ്പം എന്ന് പറയുന്നത് 4 + 4 tan സ്ക്വയർ എ ആണ് നമുക്ക് കാണുന്നത്. 4 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 4 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 + tan സ്ക്വയർ എ എന്ന് വന്നു. ഈ 1 + tan സ്ക്വയർ എ എന്താണ്, ഐഡന്റിറ്റി സീക്സ് സ്ക്വയർ എ ആണ്. 4 × സീക്സ് സ്ക്വയർ എ. അപ്പോൾ സീക്സ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. 4 × 5/2. 5/2 എന്ന് പറഞ്ഞാൽ 25/4 വരും. സ്ക്വയർ ആണല്ലോ. അപ്പോൾ 4 4 ക്യാൻസൽ ആയി 25 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് cosec a by cosec a minus 1, cosec a by cosec a plus 1. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, LCM. LCM എങ്ങനെയാണ് വരുന്നത്, അതിലേക്ക് cosec a minus 1 into cosec a plus 1. അപ്പോൾ ഇവിടെ ഇതിനെ ഇങ്ങോട്ട് cosec a വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടും ചെയ്യാം. അതിൽ രണ്ടിലും cosec a ഉണ്ട്. അപ്പോൾ ഇവിടെ cosec a plus 1 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cosec a plus 1 plus cosec a minus 1. അപ്പോൾ 1 1 ക്യാൻസൽ ആയി 2 cosec a വരും. അതായത് cosec a into cosec a plus cosec a എന്ന് പറഞ്ഞാൽ 2 cosec a ഡിവൈഡ് ബൈ ഇവിടെ cosec സ്ക്വയർ a minus 1. a plus b into a minus b, a square minus b square. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, 2 cosec സ്ക്വയർ a, cosec a into cosec a, cosec സ്ക്വയർ a. ഇവിടെ cosec സ്ക്വയർ a minus 1 എന്ന് പറഞ്ഞാൽ cot സ്ക്വയർ a ആണ്. ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. 2 cosec സ്ക്വയർ a എന്ന് പറഞ്ഞാൽ sin സ്ക്വയർ a, cot സ്ക്വയർ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos സ്ക്വയർ a sin സ്ക്വയർ a. അതായത് sin സ്ക്വയർ a മുകളിൽ പോകും. 2 cos സ്ക്വയർ a ആണ് വരുന്നത്. 2 cos സ്ക്വയർ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sec സ്ക്വയർ a. അപ്പോൾ ആൻസർ 2 sec സ്ക്വയർ a. If theta is an acute angle, tan theta plus cot theta equal to 2, then the value of tan raised to 25 theta plus cot raised to 25 theta. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് tan theta cot theta ആഡ് ചെയ്താൽ 2 കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ എന്തായിരിക്കും, തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. tan 45 1, cot 45 1, 1 + 1 ആണ് 2 കിട്ടുന്നത്. അപ്പോൾ tan raised to 25 theta, അതായത് tan 45 1 raised to 25 വരും. അതും എന്തായിരിക്കും 1 + 1 എന്ന് പറയുന്നത് 2 തന്നെ. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് 1 + cot സ്ക്വയർ തീറ്റ ഇൻറ്റു 1 - cos തീറ്റ ഇൻറ്റു 1 + cos തീറ്റ. ഇതെല്ലാം ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1 + cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, cosec സ്ക്വയർ തീറ്റ. അപ്പോൾ cosec സ്ക്വയർ തീറ്റ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ 1 - cos തീറ്റ ഇൻറ്റു 1 + cos തീറ്റ എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു a - b, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 - cos സ്ക്വയർ തീറ്റ വരും. പിന്നെ ഈ 1 - cos സ്ക്വയർ തീറ്റ എന്താണ്, sin സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് cosec സ്ക്വയർ തീറ്റ ഇൻറ്റു sin സ്ക്വയർ തീറ്റ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം 1 ആയിരിക്കും ആൻസർ. കാരണം sin സ്ക്വയർ cosec സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1/sin സ്ക്വയർ തീറ്റ. അപ്പോൾ sin സ്ക്വയർ ക്യാൻസൽ ആയിട്ട് 1 എന്നുള്ളത് കിട്ടും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. 1 + tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, sec സ്ക്വയർ തീറ്റ. 1 + sin തീറ്റ ഇൻറ്റു 1 - sin തീറ്റ എന്ന് പറഞ്ഞാൽ 1 - sin സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയ cos സ്ക്വയർ തീറ്റ എന്നാക്കുക. അപ്പോൾ sec സ്ക്വയർ തീറ്റ ഇൻറ്റു cos സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ആൻസർ 1 തന്നെയാണ് വരിക. 2 sin 2 തീറ്റ ഈക്വൽ ടു √3. ദെൻ ദ വാല്യൂ ഓഫ് തീറ്റ ആണ് കാണുന്നത്. അതായത് 2 sin 2 തീറ്റ, 2 sin 2 തീറ്റ ഈക്വൽ ടു √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 2 തീറ്റ ഈക്വൽ ടു √3/2 എന്ന് വരും. √3/2 എന്ന് വരുന്നത് തീറ്റയുടെ ഏത് വാല്യൂവിനാണ്, sin 60 ആണ് √3/2. അതായത് sin 2 തീറ്റ എന്നുള്ള പ്ലേസിൽ എന്ത് വരണം, 60 എന്ന് വരണം. എന്നാൽ മാത്രമേ നമുക്ക് √3/2 കിട്ടുള്ളൂ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 60/2 ഈക്വൽ ടു 30. അപ്പോൾ അതിൻ്റെ ആൻസർ 30. അടുത്തത് അതിൽ അതേപോലെ തന്നെ 2 cos 3 തീറ്റ ഈക്വൽ ടു 1 ആണുള്ളത്. അപ്പോൾ 2 cos 3 തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ cos 3 തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2. അപ്പോൾ കോസിന് ഏത് വാല്യൂവിനാണ് 1/2 വരുന്നത്, 60. അപ്പോൾ 3 തീറ്റ ഈക്വൽ ടു 60, തീറ്റ ഈക്വൽ ടു 60/3 ഈക്വൽ ടു 20. അപ്പോൾ അവിടെ 20 എന്നുള്ള ആൻസർ കിട്ടി. അതുപോലെ ഇവിടെ √3 tan 2 തീറ്റ ഈക്വൽ ടു 3 ആണുള്ളത്. അപ്പോൾ
√3 tan 2 തീറ്റ ഈക്വൽ ടു 3. അപ്പോൾ tan 2 തീറ്റ ഈക്വൽ ടു 3/√3. 3/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? √3. അപ്പോൾ 2 തീറ്റ √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തീറ്റ ഏതാണ്? tan 60 ആണ്. 2 തീറ്റ ഈക്വൽ ടു 60. അപ്പോൾ തീറ്റ ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതായത് ഏത് വാല്യൂവിനാണ് √3 വരുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ tan 60 ആണ് √3. അപ്പോൾ 2 തീറ്റയുടെ പ്ലേസിൽ എന്ത് വരണം? 60 വരണം. തീറ്റ ഈക്വൽ ടു 60/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. അടുത്തത് if sin a equal to 1/2 then the value of cot a. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിച്ചിട്ട് കാണാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? sin a 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a, അതായത് ഈ 1/2 എന്ന് പറയുന്നത് നമുക്ക് sin 30 ആണ് 1/2. അങ്ങനെയാണെങ്കിൽ cot 30 എന്താന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. cot 30 എന്താണ്? tan 30 1/√3 ആണെങ്കിൽ cot 30 √3 ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കോട്ട് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കേണ്ടി വരും. അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് sin a 1/2 എന്ന് തന്നതുകൊണ്ട് sin 30 ആണ് 1/2. അപ്പോൾ cot 30 എന്താണെന്നുള്ളത് ആലോചിച്ചാൽ മതി. tan 30 1/√3 ആണെങ്കിൽ cot 30 എന്ന് പറയുന്നത് √3. അത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്